ലൈംഗിക ബന്ധം നന്നായി ചെയ്യാൻ കഴിയുമോ എന്ന പേടി മൂലം മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഞാൻ ലൈംഗിക ബന്ധത്തിൽ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ നന്നാകുമോ, ശരിയാകുമോ എന്നുള്ള പലവിധ ചിന്തകൾ മൂലം ഭയപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് നടക്കാവ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ, അതായത് ലൈംഗിക ബന്ധത്തിൽ ഞാൻ നന്നായി ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക മൂലം ചില ആദ്യ രാത്രികൾ തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ള പലരും ഇന്ന് സമൂഹത്തിലുണ്ട്. അവർക്ക് ഇത് നന്നായി ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഭയം മൂലം തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, കുറ്റബോധം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ പാർട്ട്ണറിനെ, അതായത് ഭർത്താവിനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യയെയോ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ മൂലം അവർക്ക് നന്നായി അത് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ അവർ വിയർക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഈ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ തന്നെ മനസ്സിലുള്ള ഭയങ്കരമായ ചിന്തകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് മൂലം അവർ നന്നായി വിയർക്കുകയും ഈ ടെൻഷൻ അടിച്ച് തന്നെ ഹൃദയമിടിപ്പ് കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കൈകാലുകളൊക്കെ വിറയ്ക്കുക, നമ്മുടെ ഭാര്യയുടെ മുമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിലോ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർകോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരിൽ ഈ പ്രകടമായ ചേഞ്ചസ് എല്ലാം കാണാൻ പറ്റും. ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും തന്നെ അത് സെക്ഷൽ ഇൻ്റർകോഴ്സ് പൂർണ്ണമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റാറില്ല. അവരിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ആത്മവിശ്വാസക്കുറവാണ്. ആത്മവിശ്വാസക്കുറവ് മൂലം തന്നെ മനസ്സ് മൊത്തം ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. അതിലെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തത് മൂലം തന്നെ അവർ പെട്ടെന്ന് സെക്ഷൽ ഇൻ്റർകോഴ്സ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുമ്പോൾ അവർക്ക് ഇറക്ഷൻ നിലനിൽക്കാതെ വരും. എസ്പെഷ്യലി മെൻസിന് അത് നന്നായിട്ട് ഉദ്ധരിക്കാത്ത പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ആ ഇൻ്റർകോഴ്സ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഈ മനസ്സിൽ നല്ല കുറ്റബോധം ഉണ്ടായിരിക്കും. എനിക്ക് ഇവരെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം, ഇനി ഒരു ഇൻ്റർകോഴ്സ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും. അത് അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിൽ അടക്കി വെച്ചിട്ട് പിന്നീട് ഓരോ തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും അവരത് വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിപ്പെടാറാണ് പതിവ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുക? നേരത്തെ സ്ഖലനം സംഭവിക്കും. അപ്പം പുരുഷന്മാരാകുമ്പോൾ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ സ്ഖലനം സംഭവിക്കുകയും ഇനി അടുത്തതായിട്ട് ഇനി ഒരു ബന്ധം നമുക്ക് ഇനി നാളെ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇനി പുതിയതൊന്ന് തുടങ്ങാൻ തന്നെ വളരെയധികം അവർ ഭയപ്പെടും. ചില ആളുകളിൽ ഞാനൊരു പുരുഷനല്ല എന്നൊരു കുറ്റബോധം വരെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പേടികളൊന്നും മനസ്സിൽ വെക്കാതെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഭാര്യയോനോടോ അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിനോടോ നിങ്ങളത് പൂർണ്ണമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. ഇനി സ്ത്രീകളിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അവരിലും ഇതേപോലെ തന്നെയാണ്. അവർക്ക് ലൈംഗിക ആഗ്രഹം കുറയും. ഇത് ഭർത്താവിനോട് എങ്ങനെ തുറന്നു പറയും എന്നുള്ള ചിന്ത മൂലം ലൈംഗിക ആഗ്രഹം കുറയും. അതുപോലെ ഉത്തേജനം അവർക്ക് വളരെ കുറവായിരിക്കും. ഇനി പുതിയതായിട്ട് നാളെ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഭർത്താവ് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്കത് തുടർന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കും ഉണ്ടാവാറില്ല. ചില ആളുകളിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ച് ലൈംഗിക സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമോ അവർക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടുത്തൊരു ലൈംഗിക ബന്ധത്തിന് അവർ പൊതുവെ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന സാധനം എന്തായിരിക്കും? ഇന്ന് ശരിയാകുമോ? അതിൻ്റെ മെയിൻ കാരണം തന്നെ തലേ ദിവസത്തെ അല്ലാന്നുണ്ടെങ്കിൽ മുൻപത്തെ പരാജയ ഭയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇനി ഞാനിത് തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അവരുടെ കൂടെ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ശരിയാകുമോ എന്നുള്ള അനാവശ്യമായ ഒരു ഭയമാണ് അവരിൽ ഉടലെടുക്കുന്നത്. അത് പിന്നീട് അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തവണ ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും അതവർ പിന്നീട് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് പിന്നീട്, അതായത് പോസ്റ്റ്പോൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ലൈംഗിക ബന്ധം തീരെ ഇല്ലാതെ വരും. ആ ഒരു നിരാശ മൂലം അവർക്ക് പ്രോപ്പറായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ തന്നെ അവർക്ക് അമിതമായ പേടിയും ഉണ്ടായിരിക്കും. സാധാരണയായിട്ട് ഒരു വ്യക്തിക്ക് ആദ്യം തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരാജയ ഭയമാണ്. ആ പേടി മനസ്സിൽ ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ബന്ധത്തിലേക്ക്, അതായത് നെക്സ്റ്റ് ഇൻ്റർകോഴ്സിലേക്ക് അവർ പോകാറില്ല. ആദ്യം ഉണ്ടാകുന്നത് ഒരു പരാജയ ഭയം, അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഹോർമോണൽ ഇംബാലൻസ് വഴി ശരീരം പ്രതികരിക്കാതെ വരും. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? അവരത് നിർത്തും. അപ്പോൾ ഈ സൈക്കിളാണ് ഓരോ തവണയും ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. അതായത് പെർഫോമൻസ് ആങ്സൈറ്റി ഉള്ള വ്യക്തികളിൽ സാധാരണ ഈ ഒരു സൈക്കിൾ പ്രോപ്പറായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തും. വീണ്ടും നാളെ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഞാൻ അന്ന് പരാജയപ്പെട്ടു എന്നുള്ള ഭയം ഉള്ളിലുള്ളത് കൊണ്ട് വീണ്ടും ഇതേപോലെ പേടിയുണ്ടായിരിക്കും. പിന്നീട് ടെൻഷൻ, ഹോർമോണൽ ഇംബാലൻസ് വഴി ശരീരം പ്രതികരിക്കാതെ വരുമ്പോൾ വീണ്ടും അവർ സെക്സിൽ ഏർപ്പെടില്ല. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക? അവർ തമ്മിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒട്ടുമില്ലാതെയാവും, അല്ലേ?
വ്യക്തികൾ തമ്മിൽ അല്ലാന്നുണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ തീരെ സെക്ഷൽ ഇന്റർകോഴ്സ് ഇല്ലാതെ വരും. ഈ ഒരു ഉള്ളിലുള്ള ഈ പേടി നമ്മൾ ആദ്യം പുറത്ത് കളയുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ. ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലൈംഗിക ബന്ധത്തെക്കുറിച്ചിട്ടുള്ള തെറ്റായ ധാരണകൾ, അതുമൂലം ഉണ്ടാകുന്ന പരാജയം. ആ പരാജയമാണ് ഒരു ഭയത്തിലേക്ക്, ടെൻഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുമൂലം എന്താ സംഭവിക്കുക? ആത്മവിശ്വാസ കുറവുണ്ടായിരിക്കും. പിന്നീട് അവർ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പാർട്ട്ണറും, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത്, അതായത് ഞാനുമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്നിലൊരു പ്രതീക്ഷ, അല്ലാന്നുണ്ടെങ്കിൽ എന്നിലൊരു ഞാൻ ചെയ്തത് മൂലം ഉണ്ടാകുന്ന പ്രതികരണം, ഇതിനെയൊക്കെ ഓർത്തായിരിക്കും അവർ കൂടുതലും ടെൻഷൻ അടിക്കുന്നുണ്ടാവുക. ഇത്തരം സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സ് അവർ തീരെ ഇല്ലാതെയാക്കും. ഇനി ഇതെങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കുക. നിങ്ങളിലൊരു പൂർണ്ണമായ വിശ്വാസം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ധാരണകൾ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ധാരണകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൺസൾട്ടൻറ്റ്, ഒരു ഡോക്ടറിനെ സമീപിക്കുക. അവരടുത്ത് എങ്ങനെയാണ് വിശദ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇതിൽ സംതൃപ്തി കിട്ടുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു കൗൺസിലറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്ത കാര്യം എന്നുള്ളത് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ ഒഴിവാക്കുക. നിങ്ങളെ ഭാര്യയിലോ അല്ലെങ്കിൽ ഭർത്താവിലോ അവർ സെക്സിനെ കുറിച്ച് എന്താണോ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടുന്നതിന് മുൻപേ നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ നിനക്ക് എങ്ങനെയാണ് ഇഷ്ടങ്ങൾ, നിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അതുവഴി എന്താണ്ടാവുക? നിങ്ങൾ തമ്മിലൊരു ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും കിട്ടും. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ഓർഗാനിക്കലി, വളരെ ഓട്ടോമാറ്റിക്കലി, അത് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആ സെക്സ്വൽ ഇന്റർകോഴ്സ് മാറ്റപ്പെടുകയാണ്. കൂടാതെ മതിയായ ഉറക്കം, വ്യായാമം എന്നിവ നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും നല്ല നല്ല ആഹാര ശീലങ്ങൾ സ്വായത്തമാക്കുകയും യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ചില ആളുകളിൽ പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയി കഴിയുമ്പോഴാണ് അവർ സാധാരണയായിട്ട് അമിതമായിട്ടുള്ള പ്രതീക്ഷകളൊക്കെ ഈ സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ കാര്യത്തിൽ വെച്ച് പുലർത്താറുള്ളത്. അപ്പോൾ ഈ പോൺ വീഡിയോസ് കഴിവതും ഒഴിവാക്കുക. അതിൽ നിന്നും ഉണ്ടാകുന്ന കുറേ തെറ്റായ ധാരണകളും നിങ്ങളെ ഈ ഒരു പരാജയ ഭയത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജോലിയിൽ എന്തെങ്കിലും സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ടെൻഷനൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു റിലാക്സേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെഡ്റൂമോ ഏറ്റവും വാമായിട്ട് കീപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് ഭാര്യയായാലും ഭർത്താവാണെങ്കിലും വളരെ വൃത്തിയോടുകൂടി നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നിങ്ങളുടെ പാർട്ട്ണർ, അതിൽ നിങ്ങളുടെ ഭാര്യയാവാം ഭർത്താവാം, അവർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വഴി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഓരോ വ്യക്തിക്കും അതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിന് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് ക്വാളിറ്റിയുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൽ ടൈം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല. ഇത് മാനസികവും ശാരീരികമായിട്ടുള്ള പിന്തുണ ലഭിക്കുക എന്നുണ്ടെങ്കിൽ വളരെ ഈസിലി അത് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ നിലനിർത്തുക. ഈ ലൈഫ് സ്റ്റൈൽ സമ്മർദ്ദം മൂലം അല്ലാന്നുണ്ടെങ്കിൽ അമിതമായ പ്രതീക്ഷ മൂലം സെക്ഷൽ ഇന്റർകോഴ്സിൽ പരാജയപ്പെട്ടുകൊണ്ട് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച ഒരുപാട് പേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലൈംഗിക ബലഹീനതയായിട്ട് നിങ്ങൾ കണക്കാക്കാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടുള്ള പിന്തുണ നൽകുക. പാർട്ട്ണറിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നല്ലൊരു ജീവിതം നിങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ശരിയായ ബോധവൽക്കരണവും പിന്തുണയും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്ന ഒരു പ്രോബ്ലമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ട്ണറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ചറിയാം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ചോദിച്ചറിയാം. പകരം കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? പാർട്ട്ണർക്ക് ആത്മവിശ്വാസം കുറയും. അപ്പോൾ അവർക്കത് വീണ്ടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചറിയുമ്പോൾ അത് സാരമില്ല എന്നുള്ളൊരു വാക്കിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു മാനസിക പിന്തുണ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് തന്നെ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റപ്പെടുത്താതെ മാനസിക പിന്തുണ നൽകുക. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കൗൺസിലറെ പോയി കാണുക. അവർ വഴി നിങ്ങളുടെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിക്ക് നല്ല ആസ്വാദനം നിറഞ്ഞൊരു ലൈംഗിക ജീവിതത്തിന് തുടക്കം കുറിക്കാൻ സഹായകമാകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഐ എം ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് നടക്കാവ്.